ഒന്നാവനത്തിലെ എന്നെയും കൂടൊന്നു വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളേ കാനന ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. മലരണ്ണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മലരണി തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതേരെ പൂമഴയായി പിന്നെ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. ഒന്നാവനത്തിലെ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളേ കാനന ഛായയിൽ ഞാനും നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ചങ്ങമ്പുഴയ്ക്ക് കൈയ്യടി എടുക്കാം. എന്താ എത്ര മനോഹരമാണ് നമ്മുടെ ഈ ഭാഷ. നമ്മുടെ കൈകളിൽ നാളെ മറ്റന്നാൾ കന്നഡ പോലെ ഒരു കവിത ഈ 30 വർഷത്തിന് ശേഷം ഈ വേദിയിൽ ഒരു കുട്ടി മലയാളത്തിൽ എഴുതി ആലപിക്കുന്ന ഒരു കാലം നമുക്ക് സ്വപ്നം കാണാൻ ഇപ്പൊ കഴിയുമോ പ്രിയപ്പെട്ടവരെ? എനിക്ക് ആശങ്കയുണ്ട്. എൻ്റെ ഭാഷ നാളെ മറ്റന്നാൾ നമ്മുടെ മക്കളുടെ ജീവഭാഷയെ നിൽക്കുമെന്ന്. ഞാൻ അതങ്ങ് വിടുന്നു. ഞാൻ ആ വർത്തമാനം മതിയാക്കുന്നു. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഇത് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് ഞാനിപ്പോ ചൊല്ലിയത്. ഈ ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഈ രമണനിലെ നായകൻ നായിക ആരൊക്കെയാണ്? ചന്ദ്രികയും അപ്പൊ കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചതാരാണ്? ചന്ദ്രിക. ആരോടാണ് ചോദിച്ചത്? ചന്ദ്രിക എങ്ങനെയുള്ള കാമുകയാണെന്ന് അറിയാമോ? 1940കളിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാമുകയാണ്.